ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, അതിന് പകരം നമുക്ക് അടുക്കളയിലും അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കുറച്ച് ടിപ്സുകളായിട്ടാണ്. അപ്പോൾ കുട്ടികളുള്ള എല്ലാ പേരൻസും ഈ വീഡിയോ ഒന്ന് കാണണം. നമുക്ക് പെട്ടെന്ന് തന്നെ അധികം പൈസ മുടക്കൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീടും അതേപോലെ തന്നെ കിച്ചണും ഒക്കെ നമുക്ക് വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് വേഗം നോക്കിയിട്ട് തിരിച്ചു വരാം. കുട്ടികളില്ലാത്ത വീട് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമായിരിക്കും ഈ ഭിത്തികടെയൊക്കെ പിള്ളേർ കൊണ്ടുവന്ന് ഈ കളർ പെൻസിൽ അല്ലെങ്കിൽ പേനയൊക്കെ വെച്ച് വരച്ച് വയ്ക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പോകാൻ നല്ല പാടാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരുടെയും വീട്ടിലേക്ക് സാനിറ്റൈസർ ഉണ്ടാവും. അപ്പോൾ ആ സാനിറ്റൈസർ വെച്ച് ജസ്റ്റ് ഒന്ന് ആ പേന വരച്ചേക്കുന്ന ഭാഗത്തൊന്ന് സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, ഇപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ വേണമെന്നില്ല, ചുവന്ന പേസ്റ്റ് യൂസ് ചെയ്യേണ്ട, വൈറ്റ് കളർ വേറെ ഏത് ബ്രാൻഡിൻ്റെ പേസ്റ്റ് ആണെങ്കിലും നമുക്ക് അവിടെ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ കോട്ടനോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയുള്ള പേനയുടെയും അതേപോലെ തന്നെ സ്കെച്ച് ക്രയോൺസിൻ്റെ ഒക്കെ പാടുകൾ നമുക്ക് പോവും. അപ്പം ഇവിടെ ഇപ്പോൾ ക്രയോൺസ് ആയിരുന്നു, അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടി, സാനിറ്റൈസും അതേപോലെ തന്നെ പേസ്റ്റും കൂടെ യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ കുറേ പേർക്ക് ഉള്ളൊരു ഇഷ്യൂ ആണിത്, വീടിൻ്റെ എല്ലാ ഭിത്തികളുടെയും പിള്ളേരിങ്ങനെ കുത്തി വരച്ചിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം, എന്തായാലും ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡുകളിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക, അതിന് ശേഷം നമ്മൾ പേസ്റ്റ് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല പോലെ വൈറ്റ് കളറായിട്ട് മാറുന്നത്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് തലേദിവസം കടലയും പയറൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോകുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ ചിലപ്പോൾ ഒക്കെ പറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാസ്ട്രോൾ എടുക്കുക, അതിലേക്ക് നമ്മൾക്ക് പയറാണെങ്കിൽ പയർ അല്ലെങ്കിൽ കടലയാണെന്നുണ്ടെങ്കിൽ കടല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ഒരു മണിക്കൂർ കാസ്ട്രോളിൽ ഒന്ന് അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഇരട്ടി സൈസിൽ നമുക്ക് വലുതായിട്ട് കിട്ടും. അപ്പോൾ തലേദിവസം തന്നെ അത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇതേ മെത്തേഡ് തന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ അരി അരയ്ക്കാൻ നേരത്തെ ഉഴുന്നിട്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ വെള്ളത്തിൽ. അപ്പോൾ ഉഴുന്നും നമുക്ക് ഇതേപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പോലെ പൊന്തി കിട്ടും. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണ്. ഇനി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കുക്കറിൽ വിസിൽ വരുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നമ്മുടെ അടുക്കളയിലും അതേപോലെ തന്നെ തെറിച്ച് എല്ലായിടത്തേക്കിടെ ആവുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ടിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിലോട്ട് മാറ്റുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കടലയാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. കടലയിലോട്ട് തക്കാളിയും ഉരുളൻകിഴങ്ങും അതേപോലെ തന്നെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് നമുക്കിനി ഒരു ചെറിയ ബൗൾ, ഒരു കുഴിയുള്ള ഒരു ബൗൾ നമുക്ക് ആ കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾക്ക് ആ എക്സ്ട്രാ വെള്ളമാണ് നമ്മൾ ഈ വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എക്സ്ട്രാ വെള്ളം മൊത്തം നമുക്ക് ആ ഒരു ബൗളിൽ കിട്ടും. അപ്പോൾ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റുകയും ചെയ്യാം, അല്ല നമുക്ക് ചാറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചാറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പരിപ്പ് കറിയോ അതേപോലെ തന്നെ കടലക്കറി എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിസിൽ വരുമ്പോൾ ഒട്ടും തന്നെ വെള്ളം പുറത്തേക്ക് പോകത്തില്ല. എല്ലാ വെള്ളവും നമുക്ക് തുറക്കുമ്പോൾ കാണാൻ പറ്റും, എല്ലാം ആ ഒരു ബൗളിൽ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ചാറ് അതേപോലെ തന്നെ ഉണ്ട്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ കടലയും പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കടലക്കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒപ്പം കഴിക്കാനായിട്ട് ഞാനിവിടെ ഇടിയപ്പമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടിയപ്പം സോഫ്റ്റ് ആകാനുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും
ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ചെറിയൊരു പ്രോബ്ലം ഫേസ് ചെയ്യാറുണ്ട്. ആ മാവ് മൊത്തം ആ ഒരു അച്ചിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വന്നിട്ട് നമുക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റും കുറേ മാവ് ഇങ്ങനെ ചിലപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ചേ ഉള്ളൂ, ചിലപ്പോഴൊക്കെ നല്ല. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു ജാമിൻ്റെ അടപ്പാണ്. ഇപ്പോൾ ജാമിൻ്റെ അടപ്പ് തന്നെ വേണമെന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും, നമ്മളിപ്പോൾ ഐസ്ക്രീം മേടിക്കുമ്പോൾ കിട്ടുന്ന ബൗളിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ഉള്ളിലോട്ട് ഇടുന്നതാണ്, സേവനാഴിയുടെ ഉള്ളിലോട്ട് ഇടുന്നതാണ്, ചിലരുടെ പുറത്ത് ഇടുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈസി ആയിട്ട് ഉള്ളിലോട്ട് കടന്നു പോകും. അപ്പോൾ ഈ മുറിച്ചെടുത്തേക്കുന്ന പ്ലാസ്റ്റിക് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഉള്ളിലോട്ട് കടന്നു പോകുക. അപ്പോൾ അതായത് ഒട്ടും ഒരു എയർ വരാൻ പാകത്തിന്, എയർ വരരുത്, ആ ഒരു പാകത്തിന് വേണം നമ്മളിത് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളിൽ നമ്മുടെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു റൗണ്ടിലുള്ള പ്ലാസ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി നമ്മുടെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. ഇടിയപ്പം പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എക്സ്ട്രാ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒട്ടും തന്നെ മുകളിലായിട്ട് വന്നിട്ടില്ല മാവ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഏറ്റവും അവസാനം ഇതാകുമ്പോഴായിരിക്കും കുറേ മാവ് ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പോൾ പിന്നെ അത് കുഴച്ച് ഒന്നോടെ ഇടാൻ തന്നെ ഉണ്ടാവത്തില്ല, പക്ഷെ നമുക്കത് ജസ്റ്റ് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു മാവ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു റൗണ്ടും കൂടി ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് മാവ് പൊങ്ങി വരാണ്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ തിളച്ച് ചാടാണ്ടിരിക്കാനുള്ള ടിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ തിളച്ച് ചാടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗ്യാസിൻ്റെ ബർണറൊക്കെ ഒന്ന് വൃത്തികേടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ആഴ്ചയിൽ ഒന്നെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പാലോ അതേപോലെ തന്നെ കഞ്ഞിയൊക്കെ തിളച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബാത്റൂം ക്ലീനറും അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം അതൊരു കോട്ടൺ വെച്ചിട്ട് നമ്മൾ തുടച്ച് കളയുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ നോർമൽ വാട്ടർ യൂസ് ചെയ്ത് തുടയ്ക്കുന്നതിനേക്കാളും നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടുകയും ചെയ്യും. നമ്മുടെ സ്റ്റൗ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.